ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ 44-ാം ദിവസമായ ഇന്നു മുതൽ നാം പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഇന്നത്തെ അല്പസമയത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളത്രേ. അതിൽ നാം കുറിവാക്യമായി എടുത്തിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങളാണ്. അത് നമുക്കൊന്ന് വായിക്കാം. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ആത്മീക ജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രലോഭനങ്ങൾ ആണ്. ജഡീക മനുഷ്യന് ജീവിതം മുഴുവൻ ഒരു പോരാട്ടം ആണ്. ആത്മീക മനുഷ്യനോ ഓരോ നാഴികയും പ്രലോഭനങ്ങളുടെ അവസരവും. മനുഷ്യനായ ദൈവപുത്രനും ഒരവസരത്തിലല്ല, ജീവിതത്തിൽ ഉടനീളം പ്രലോഭനങ്ങളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. യേശു കർത്താവ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ യേശു ദൈവപുത്രനാകുന്നു എന്ന പ്രഖ്യാപനം അടിസ്ഥാനമാക്കിയാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പ്രലോഭനം ഉണ്ടായത്. സ്വന്തമായി സ്വാർത്ഥപരമായി ഉപയോഗിക്കുവാനുള്ള പ്രലോഭനം. നമുക്ക് പദവികളും അധികാരങ്ങളും ദൈവം നൽകിയിട്ടുള്ളത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് എന്ന് നാം മറന്ന് സ്വാർത്ഥ താല്പര്യം ഉള്ളവരും നേട്ടങ്ങൾക്കും നാം ദുർവിനിയോഗം ചെയ്യാറില്ലേ? എന്നാൽ യേശു കർത്താവ് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് അവ സാത്താനെ തോൽപ്പിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കും. ആത്മീക പോരാട്ടത്തിൽ അത് ഏറ്റവും നല്ല ആയുധം ആയി തീരണം. എന്നാൽ രണ്ടാമതായി സാത്താൻ ദൈവവചനത്തെ ഉയർത്തിക്കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. എപ്പോഴും സാത്താൻ പ്രവർത്തിക്കുന്നതും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നിന്ന് രണ്ടാം പ്രാവശ്യം യേശു പരീക്ഷിക്കപ്പെടുന്നത് വിശുദ്ധമായ സ്ഥലത്ത് വെച്ചാണ്. മതനേതാക്കളുടെയും മറ്റനേകരുടെയും സാന്നിധ്യം അത്ഭുത വിദ്യയിൽ കൂടി അംഗീകാരം നേടുവാനുള്ള പ്രേരണയാണ് ഉണ്ടായത്. നാമും പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും വേണ്ടി തത്വങ്ങളും മൂല്യങ്ങളും അവഗണിച്ച് എന്തും ചെയ്യുവാൻ മടിക്കുകയില്ല. എന്നാൽ യേശു കർത്താവ് ഇവിടെ ഈ പ്രലോഭനവും ദൈവവചനം കൊണ്ട് തന്നെ നേരിടുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിലും കരുതലിലും ദൃഢവിശ്വാസമുള്ളവർക്ക് ദൈവസംരക്ഷണം പരീക്ഷിച്ച് നോക്കേണ്ടെന്ന ആവശ്യം ഇല്ല. എന്നാൽ ചില സാഹചര്യങ്ങൾ ദൈവം അത്ഭുതം ചെയ്യും. ആവശ്യങ്ങൾ അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. 2 പ്രാവശ്യം പരാജിതനായിട്ടും സാത്താൻ പിന്മാറുന്നില്ല. 3-ാം പ്രാവശ്യം അവൻ ലോകത്തിന്റെ അധിപതിയാകുന്നു എന്നുള്ള അവകാശവാദത്തോടെ യേശുവിനെ സമീപിക്കുന്നത് ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവൻ കാണിച്ച് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും എന്ന് പറഞ്ഞു. സാത്താനെ, എന്നെ വിട്ടുപോകുക, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് സാത്താനെ പരാജയപ്പെടുത്തുന്നു. ദൈവത്തെ നിരസിക്കുവാനല്ല സാത്താൻ പറയുന്നത്, തന്നോടൊപ്പം ദൈവത്തെയും ആരാധിക്കാം എന്ന ആശയമാണ് ഉന്നയിച്ചത്. ഈ 3 പ്രലോഭനങ്ങളിലും കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തിയെങ്കിലും സാത്താൻ കർത്താവിനെ പൂർണ്ണമായി വിട്ടുമാറുന്നില്ല. 13-ാം വാക്യത്തിൽ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ട് മാറി എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എങ്ങനെ നാം പ്രലോഭനങ്ങളെ നേരിടണമെന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നാം ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കണം. അതുപോലെ ദൈവവചനം നമ്മുടെ നാവുകളിൽ തിളങ്ങി നിൽക്കണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഏത് പ്രലോഭനങ്ങളെയും നമുക്ക് നേരിട്ട് തോൽപ്പിക്കുവാൻ സാധിക്കും. അതിനായി പ്രാർത്ഥന നമുക്ക് ഒരു തുടർ പ്രക്രിയ ഉണ്ടായേ മതിയാവൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അനേക പ്രലോഭനങ്ങൾ നേരിടുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ മറ്റുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നവരാക്കി അവിടുന്ന് ഞങ്ങളെ തീർക്കുമാറാക്കണമേ.